നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മളപ്പോ ഇനി കലാപരമായ ഒരു മേഖലയിൽ കൂടി നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നു. ആർട്ടിന്റെ മേഖലയില് നമുക്കൊരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കമ്പനിക്ക് ഒരു ഗുഡ് വിൽ ഉണ്ടാക്കി തരും. എടാ, നീ പറയുന്നത് എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്മൂത്തായി പോകുന്ന കമ്പനിയിൽ നിന്നും ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറിയാ അത് നിലവിലെ കമ്പനിയെ ബാധിക്കില്ലേ? അതൊക്കെ പോട്ടെ, പെട്ടെന്ന് എന്താ സംഗീത മേഖലയിലേക്ക് ഒരു താല്പര്യം വന്നേ? പനെ, ഏത് ബിസിനസ്സാണ് തുടങ്ങുന്നത് ആ ബിസിനസ്സിൽ ഒരു മുൻപരിചയമൊക്കെ വേണ്ടേ? അതുകൊള്ളാം. മ്യൂസിക് കമ്പനി തുടങ്ങാൻ പാട്ടറിഞ്ഞിരിക്കണമെന്നും പാടണമെന്നൊക്കെ ഉണ്ടോ? അതിന്റെ ബിസിനസ് സാധ്യത മനസ്സിലാക്കിയ പോരെ? അമ്മേ, ഏട്ടന്മാരെ, ആരും നോ പറയരുത്. കമ്പനി അക്കൗണ്ടുമായിട്ട് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ക്ലബ് ചെയ്യാം. നമ്മുടെ കമ്പനിയുടെ ഒരു പാരലൽ കമ്പനി. എന്നാ പിന്നെ നിനക്കൊരു ഇവന്റ് മാനേജ്മെന്റ് പോലൊരു ബിസിനസ് ആയിക്കൂടെ? അതല്ലേട്ടാ നല്ലത്. അതൊന്നും ശരിയാവില്ല ഏട്ടാ. ഇത് ഞാൻ അങ്ങ് ഫിക്സ് ചെയ്തു. ഇതിന്റെ ബാക്കി കാര്യങ്ങള് വൈകാതെ ഞാൻ അറിയിക്കാം. അഖി പറയുന്ന കേട്ടിട്ട് അവന് അത്രയും നല്ല ഉറപ്പുണ്ടെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അഖി തുടങ്ങുന്ന ബിസിനസ്സിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്നാലും ഐശ്വര്യ, എന്തെങ്കിലും നെഗറ്റീവാണ് പറയാനുള്ളതെങ്കിൽ അതിവിടെ ആർക്കും കേൾക്കണമെന്ന് ഒരു താല്പര്യമില്ല. അതെന്നെ പരിഹസിച്ചതാണല്ലോ. മതി മതി, അതേക്കുറിച്ച് സംസാരമൊന്നും വേണ്ട. അഖി തീരുമാനിച്ച കാര്യം നന്നായി വരട്ടെ. പിന്നെ അഖി, എനിക്കിതിലൊരു കാര്യം പറയാനുണ്ട്. എന്താമേ? എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഈ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കണം. ഇതെന്താ അമ്മ അപേക്ഷിക്കുന്ന പോലെയാണല്ലോ പറയുന്നത്? ആർക്കാണ് ജോലി കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് തന്നില്ലേ അശ്വതി? ആ കുട്ടിക്കാ ജോലി കൊടുക്കേണ്ടത്. ഇന്നലെ ഇവിടെ വന്നിട്ട് ഒന്നും കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഭർത്താവില്ലാത്ത കുട്ടിയാ, ഒരു മോളും ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാ തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താന്ന് നോക്കിയിട്ട് നമുക്ക് സ്പൈസസ് തന്നെ ജോലി കൊടുക്കാമല്ലോ. എടാ, അതൊന്നും ശരിയാവില്ല. അതെന്താ നീ അങ്ങനെ പറയുന്നേ? അല്ലമ്മേ, ആദ്യേട്ടൻ പറയുന്നത് നേരാ. അന്ന് അരവിന്ദേട്ടനെ എടുത്തപ്പോ തന്നെ ചെറിയ ഇഷ്യൂ ഉണ്ടായതാണല്ലോ. നമുക്ക് നോക്കാമേ. എന്തായാലും ചെറിയൊരു ബിൽഡിംഗ് എടുക്കുന്നുണ്ട്. വൈകാതെ തന്നെ ഒരു ചെറിയ ഉദ്ഘാടനം ഉണ്ടാവും. ശരിയമ്മേ, ഞാൻ ഇറങ്ങാം. ശ്യാമേ, ഏട്ടാ നമുക്ക് ഇറങ്ങണ്ട. എടാ, ഞാൻ കുറച്ച് താമസിച്ചേ വരൂ. നിങ്ങൾ ഓഫീസിലേക്ക് പോയിക്കോ. ശരി ഏട്ടാ. നീ വാ. അമ്മ, എങ്ങനെയെങ്കിലും അശ്വതിക്ക് ഈ ജോലി വാങ്ങിക്കൊടുക്കണം. നോക്കാം. എടുത്തി, അമ്മ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കുവാണല്ലോ. എന്തെങ്കിലും സംഭവിച്ചാ അമ്മ തന്നെ കുഴപ്പത്തിലാവാൻ പോകുന്നെന്ന് അമ്മ അറിയുന്നില്ല. എന്ത് ചെയ്യൂ, ഒന്നും മനസ്സിലാവുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.